ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്വേഷൻ ഇല്ലാതെ തന്നെ ഫോർമൽ ചാർജ് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താം എന്നതിനൊരു ഷോർട്ട് കട്ടാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം O3 നോക്കാം. O3യുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ ഓക്സിജന്റെ ഫോർമൽ ചാർജ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണം. നമുക്കിപ്പോൾ ഈ ഓക്സിജൻ മാത്രം നോക്കാം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6 7. ഏഴാമത്തെ ഇലക്ട്രോൺ ഏതാണ്? ഈ ബോണ്ടിന്റെ അറ്റത്തൊരു ഇലക്ട്രോൺ ഇല്ലേ, അതാണ് ഞാൻ കൂട്ടിയത്. ബോണ്ടിന്റെ അപ്പുറത്തെ വശം നമ്മൾ നോക്കില്ല കേട്ടോ. ഈ ഓക്സിജനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. അപ്പോൾ ഫോർമൽ ചാർജ് എത്രയാണ്? -1. അതെങ്ങനെ വന്നു? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ളതല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ -1. ഇനി 2 ഇലക്ട്രോൺ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ -2 എന്ന് എഴുതിയേനെ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ ഓക്സിജൻ നോക്കാം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6. അതേതാണ്? 2 ബോണ്ടിന്റെ അറ്റത്തും ഓരോ ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. അപ്പോൾ ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്. ഇവിടെ 6 എണ്ണം തന്നെയാണുള്ളത്. ഒന്നും കൂടുതലും ഇല്ല, കുറവും ഇല്ല. അപ്പോൾ ഫോർമൽ ചാർജ് 0 ആണ്. ഇനി അടുത്ത ഓക്സിജൻ നോക്കാം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5. 5 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ബാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണം. ഇവിടെ 5 എണ്ണമേ ഉള്ളൂ. അതായത് ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. ഇവിടെ ഇലക്ട്രോൺ കൂടുതലാണെങ്കിൽ മൈനസ് ആണ്, അപ്പോൾ ഇലക്ട്രോൺ കുറവാണെങ്കിൽ +1 ആണ്. അതായത് ഇവിടെ +1 ആണ് ഫോർമൽ ചാർജ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി OH- നോക്കാം. ഞാൻ ആദ്യം ഇതിൽ ഓക്സിജന്റെ ഫോർമൽ ചാർജ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7. ഇതാണ് ഏഴാമത്തത്. വാലൻസ് ഇലക്ട്രോൺസ് ഓക്സിജൻ എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണം. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 എണ്ണം. അതായത് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ -1. ഇനി ഇത് നോക്കാം. ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണ്? ഒരെണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജന് ഒരെണ്ണം തന്നെ. അപ്പോൾ കൂടുതലും കുറവൊന്നുമില്ല, അതായത് 0. അങ്ങനെയാണെങ്കിൽ നമുക്കിനി H2O നോക്കാം. H2Oയിൽ ഞാൻ ആദ്യം ഈ ഓക്സിജൻ ആണ് നോക്കുന്നത്. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. 6 എണ്ണം. അപ്പോൾ കൂടുതലും ഇല്ല, കുറവുമില്ല. അതായത് ഇവിടെ ഫോർമൽ ചാർജ് 0 ആണ്. ഇനി ഹൈഡ്രജനോ? ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് ഒരെണ്ണമാണ്. ഇവിടെ ഈ ബോണ്ടിൻ്റെ അകത്ത് ഒരെണ്ണം ഉണ്ട്. അപ്പോൾ കൂടുതലും കുറവൊന്നുമില്ല, 0. ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് ഒരെണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെയും ഒരെണ്ണമാണുള്ളത്. അപ്പോൾ കൂടുതലും ഇല്ല, കുറവുമില്ല. അതായത് ഫോർമൽ ചാർജ് 0 ആണ്. അടുത്തത് NO3- നോക്കാം. ഞാൻ ആദ്യം ഈ ഓക്സിജൻ ആണ് നോക്കുന്നത്. ഓക്സിജൻ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണമാണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. പിന്നെ ഈ ബോണ്ടിൽ ഒരെണ്ണം ഉണ്ട് അല്ലേ. അങ്ങനെ 7 എണ്ണം. അതായത് ഒരെണ്ണം കൂടുതലാണ്. അപ്പോൾ -1. ഇനി നമുക്ക് ഈ ഓക്സിജൻ നോക്കാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം തന്നെ. അതായത് ഒരെണ്ണം കൂടുതലാണ്. വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണം അല്ലേ, അപ്പോൾ ഒരെണ്ണം കൂടുതലാണ്. അതായത് -1. ഇനി ഈ ഓക്സിജൻ നോക്കാം. 1 2 3 4 5 6. ബോണ്ടിൽ 2 എണ്ണം ഉണ്ടല്ലോ, അങ്ങനെയാണ് 6 എണ്ണം വന്നത്. അതായത് കൂടുതലും ഇല്ല, കുറവും ഇല്ല. അപ്പോൾ 0. ഇനി നൈട്രജൻ നോക്കാം. നൈട്രജൻ ഇവിടെ 4 ബോൺസ് മാത്രമാണുള്ളത്. അപ്പോൾ 1 2 3 4. ഇവിടെ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണ്? 5 എണ്ണം. അതായത് ഇവിടെ ഒരെണ്ണത്തിന്റെ കുറവുണ്ട് അല്ലേ. കുറവുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? പോസിറ്റീവ് ആണ് എഴുതേണ്ടത്. ഒരെണ്ണത്തിന്റെ കുറവാകുമ്പോൾ +1. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. CO3 ഞാൻ ആദ്യം ഈ ഓക്സിജൻ ആണ് നോക്കുന്നത്. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 6 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം. അതായത് ഒരെണ്ണം കൂടുതലാണ്. അപ്പോൾ -1. ഈ ഓക്സിജനോ? 1 2 3 4 5 6 7. അതായത് ഒരെണ്ണം കൂടുതലാണ്. അപ്പോൾ -1. ഇനി ഈ ഓക്സിജൻ നോക്കാം. ഇവിടെയോ? 1 2 3 4 5 6. 6 എണ്ണം. അപ്പോൾ കൂടുതലും ഇല്ല, കുറവും ഇല്ല. അതായത് 0. കാർബൺ ഇവിടെ 4 ബോൺസ് ആണ് വരുന്നത്. അപ്പോൾ 1 2 3 4. 4 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണമാണ്? 4 എണ്ണം തന്നെയാണ്. അപ്പോൾ കൂടുതലും കുറവും ഇല്ല. അപ്പോൾ 0. അങ്ങനെയാണെങ്കിൽ നമുക്കിനി NH4+ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ് വാലൻസ് ഇലക്ട്രോൺസ്? ഒരെണ്ണം. ഈ ഹൈഡ്രജൻ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരെണ്ണം തന്നെ. അപ്പോൾ 0 ആണ്. ഇവിടെ എല്ലാ ഹൈഡ്രജനും അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാത്തിനും എന്ത് തന്നെയാണ്? 0 ആണ് ഫോർമൽ ചാർജ്. ഇനി നൈട്രജൻ ഇവിടെ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 എണ്ണമാണ്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കുറവുണ്ട്. കുറവെന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ഒരെണ്ണം കുറവെന്ന് പറയുമ്പോൾ +1.